അസ്സലാമു അലൈക്കും. നമുക്കെല്ലാവർക്കും കൂടി മൂപ്പരുടെ അടുത്തേക്ക് വയനാട്ടിലേക്ക് പോവാം, എന്നിട്ടൊരു തീരുമാനം എടുപ്പിക്കുക. അല്ലാതെ ഫോണിൽ കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നബീസ പറയുന്നത് ഹാജിയാർ കേട്ടു. അളിയാ, അതിൻ്റെ പെങ്ങളോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ടൗണിലെ സ്ഥലം എന്തായാലും ഞാൻ ഓന് വേണ്ടി വിൽക്കാൻ പോകുന്നില്ല. അത് കണ്ടിട്ട് ആരും മനക്കോട്ട് കിട്ടും വേണ്ട. ആ സ്ഥലം എന്ത് ചെയ്യണമെന്ന് ഞാൻ മുൻപ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അളിയൻ പറഞ്ഞതുപോലെ ജമാലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഖേദവും തോന്നുന്നില്ല. ഞാൻ ജീവിതത്തിൽ ആകെ ഖേദിച്ചിട്ടുള്ളത് നിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് ഓർത്ത് മാത്രമാണ്. വെച്ചിട്ട് പോടോ. അതും പറഞ്ഞ് ഹാജിയാർ ഫോൺ കട്ട് ചെയ്തു. നബീസുവിൻ്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തിരുന്നു. തൻ്റെ ഭർത്താവ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവർ ഓർത്തു. അത് തൻ്റെ ആങ്ങളമാരൊക്കെ കേൾക്കുകയും ചെയ്തു. കേട്ടല്ലോ, എൻ്റെ മോൻ്റെ കാര്യത്തിൽ അളിയന് തന്നെ ഒരു ആശങ്കയുമില്ല. പിന്നെ എന്തിനാണ് ഇത്ര വേവലാതി പൂണ്ട് നിൽക്കുന്നത്? മൂത്ത ആങ്ങള മറ്റുള്ളവരോട് കണ്ണുകൾ കൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു. ഇനിയും ഇവിടെ നിന്നാൽ പെങ്ങൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പും കൊണ്ട് വരുമെന്ന് അവർക്കൊക്കെ അറിയായിരുന്നു. ഇതാണ് പറ്റിയ സന്ദർഭം എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ നബീസോ, ഞങ്ങൾ പോയി വരാം. ആദ്യം അളിയൻ്റെ കാര്യത്തിൽ ഈ ഒരു തീരുമാനമാകട്ടെ. ഞങ്ങൾക്കൊക്കെ പോയിട്ട് വേറെ പണിയുണ്ട്. 3 പേരും രക്ഷപ്പെട്ട ആശ്വാസത്തോടെ മുറ്റത്ത് നിർത്തിയിട്ട വണ്ടിയിൽ കയറി. അവർ പോകുന്നത് നോക്കി നബീസു അന്തം വിട്ടു നിന്നു. ആ അമ്മ, അങ്ങനെ അമ്മമാരും മുങ്ങി. ഓ, എന്തൊക്കെ ബഹളമായിരുന്നു. എൻ്റെ ആങ്ങളാരുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. വണ്ടിയോട് അടുക്കുമ്പോഴാണ് ഉമ്മ മാങ്ങൻ്റെ പുളി അറിയുന്നതെന്ന് സത്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആബിദ പറഞ്ഞത് കേട്ടപ്പോഴാണ് നബീസു ചിന്തയിൽ നിന്നും ഉണർന്നത്. മാനം കിട്ടി ഇവിടെ നിൽക്കാൻ എൻ്റെ ആങ്ങളമാർ കിട്ടില്ല. ഓർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടാണോ? എനിക്കൊരു വിഷമം എന്നൊന്ന് കേട്ടപ്പോൾ ഓടി വന്നതാണ് അവർ. എന്നിട്ട് അവരെ അപമാനിച്ചു വിട്ടപ്പോൾ തൃപ്തിയായിട്ടുണ്ടാവും നിൻ്റെ തന്തയ്ക്ക്. ഞാൻ കാണിച്ചു തരാം. നബീസ് പറഞ്ഞത് കേട്ട് ആബിദ കണ്ണു മിഴിച്ചു. നീ ഒന്നുകൂടി അയാളെ നമ്പറിലേക്കൊന്ന് വിളിക്കേ. എനിക്കൊന്ന് രണ്ടിലൊന്ന് അറിയണം. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ഉമ്മ, ഇനി വിളിച്ച ഉപ്പ എടുക്കൂല. നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നബീസു ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞത് കേക്ക്, വിളിക്ക്. വീണ്ടും ആബിദ ഗത്യന്തരമില്ലാതെ ഉപ്പയുടെ നമ്പറിലേക്ക് വിളിച്ചു. തുടർച്ചയായി 3 തവണ ബെല്ലടിച്ച് നിന്നിട്ടും ഹാജിയാർ കോള് അറ്റൻഡ് ചെയ്തില്ല. ഇനി ഫോൺ എടുത്താൽ നബീസുവിനോട് കൂടുതൽ വർത്തമാനം പറയേണ്ടി വരുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ചികിത്സ നടക്കുന്ന ഈ സമയത്ത് വെറുതെ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹാജിയാരുടെ ഫോൺ തുടർച്ചയായി ബെല്ലടിക്കുന്നത് അയാളുടെ കൂടെയുണ്ടായിരുന്ന ആൾ ശ്രദ്ധിച്ചിരുന്നു. ഇക്ക, നിങ്ങളെ ഫോണല്ലേ അടിക്കുന്നത്? എന്തെങ്കിലും അത്യാവശ്യമുള്ളത് കൊണ്ടായിരിക്കും വിളിക്കുന്നത്. വേണമെങ്കിൽ ഫോണെടുത്ത് സംസാരിച്ചോളൂ. 8 മണി വരെ സമയമുണ്ട്. ഹാജിയാർ അയാളെ നോക്കി പറഞ്ഞു. കെട്ടിയോൾ വിളിക്കുന്നതാണ് മോനെ. ഈ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. അയാൾ നാണത്തോടെ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. അയാൾക്കൊരു 35 വയസ്സെങ്കിലും പ്രായമുണ്ടാകും എന്ന് ഹാജിയാർക്ക് തോന്നി. അതെന്താണ് കല്യാണം കഴിക്കാത്തത്? അത് കിട്ടേണ്ട ഇക്ക, നിരാശയോടെ അയാൾ പറഞ്ഞു. ഞങ്ങളെ കൂട്ടത്തിലെ ജാതിയൊക്കെ വലിയ പ്രശ്നമാണ്. അതിലേറെ പ്രശ്നം സർക്കാർ ജോലി ഇല്ലാത്തതാണ്. എനിക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കല്യാണം എന്നേ നടന്നേനെ. ഞാൻ ഇതുവരെ 30 വട്ടം പെണ്ണും കാണാൻ പോയിട്ടുണ്ട്. അതിൽ 1-2 പേരെ വെച്ച് ബാക്കി എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് എന്താവാനേ ഇക്ക? എല്ലാവർക്കും നല്ല ജോലി വേണം. സർക്കാർ ജോലിയും നല്ല പൈസയും അതൊക്കെ വേണം. നിങ്ങളെ കൂട്ടത്തിലെ ജോലിക്കൊന്നും അത്ര പ്രധാനമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇക്ക. അങ്ങനെയാണോ ഇക്ക? ഇത്തവണ ഹാജിയാർ അറിയാതെ പൊട്ടിച്ചിരിച്ചു. അതൊക്കെ പണ്ടായിരുന്നു മോനെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല ജോലി വേണം. പിന്നെ ചെക്കന് ബാധ്യതകളൊന്നും ഉണ്ടാവാനും പാടില്ല. പ്രായമുള്ള ബാപ്പയും ഉമ്മയും ഇളയ മകനെ കെട്ടാനും ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാവില്ല. അങ്ങനെ കല്യാണം കഴിച്ചാൽ ചെക്കൻ്റെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യം കൂടി മരുമക്കൾ നോക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എല്ലാവരും കണക്കല്ലേ? അതെ, അങ്ങനെയൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റൂല മോനെ. സത്യത്തിൽ ഭർത്താവിൻ്റെ ഉമ്മാനെയും ഉപ്പായും ശുശ്രൂഷിക്കേണ്ടത് മരുമക്കളെ ജോലിയല്ല. അവർക്ക് അവരുടെ സ്വന്തം ഉമ്മയും ഉപ്പയുണ്ടല്ലോ. സ്വന്തം മക്കളാണ് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യം നോക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്. പക്ഷെ ചില ആളുകൾ കല്യാണം കഴിപ്പിക്കുന്നത് തന്നെ വീട്ടിലെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും മേലനങ്ങി അവൾ ഒരു ജോലിയും ചെയ്യൂല. ആദ്യത്തെ 2 മരുമക്കളും അവളെ സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ വേറെ വീട് വെച്ച് മാറി. പിന്നെ എൻ്റെ ഇളയ മരുമകളുടെ മേലായിരുന്നു അവളുടെ തോന്നിയാസം. ഒരു പാവം പിടിച്ച പെണ്ണായിരുന്നു സാബി. പാവം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനമായപ്പോഴേക്കും ഹാജിയാരുടെ സ്വരം ഇടറി. നിനക്കറിയാം മോനെ, എൻ്റെ എല്ലാ മക്കളും അവരുടെ മക്കളോടൊപ്പം എൻ്റെ കൂടെ തന്നെ താമസിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനാണ് എല്ലാവർക്കും താമസിക്കാൻ മാത്രം വലിപ്പമുള്ള
വലിയ വീട് ഞാൻ വെച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഈ എന്തായാലും കല്യാണം കഴിക്കാച്ചത് നന്നായി. അത്രയും സമാധാനം കിട്ടുമല്ലോ. അപ്പോഴേക്കും വീണ്ടും ഹാജിയാരുടെ ഫോൺ ശബ്ദിച്ചു. അത് ഗൾഫിൽ നിന്നായിരുന്നു. ഹാജിയാർ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. സലീം ആയിരുന്നു ലൈനിൽ. ഉപ്പ പറഞ്ഞതുപോലെ ഞാനും റസാക്കും വീണ്ടും ജമാലിൻ്റെ കഫീലിനെ പോയി കണ്ടു ഉപ്പ. 10 കോടി രൂപയിലെ 1 രൂപ പോലും കുറച്ചു തരാൻ പറ്റൂല എന്നാണ് അയാൾ പറഞ്ഞത്. കഫീലും ജമാലും വേറെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഞങ്ങളോട് അയാൾ അത് പറഞ്ഞിട്ടുമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി ജമാലിനോട് ഞങ്ങൾ സംസാരിച്ചു. അവനും ഒന്ന് വിട്ടു പറയാൻ തയ്യാറല്ല. ഒറ്റ ദിവസം കൊണ്ട് അവൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. മിക്കവാറും 5 ദിവസം കൂടി അവന് പോലീസ് ലോക്കപ്പിൽ തന്നെ കിടക്കേണ്ടി വരും. വേറെയും 1-2 പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. 2 പെണ്ണുങ്ങൾക്ക് ജമാൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. അതിലൊരാൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവളെ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറ്റേ പെണ്ണിൻ്റെ കാര്യം പ്രശ്നമാണ്. ഹാജിയാർ അറിയാതെ തന്നെ ഒന്ന് നെടുവീർപ്പിട്ടു. സ്വന്തം മകനിൽ നിന്ന് അവിഹിത കഥകൾ കേൾക്കുന്നത് തന്നെ എന്തൊരു പ്രയാസമാണ് എന്നാണ് അയാൾ ചിന്തിച്ചത്. അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കാനേ നിവർത്തിയുള്ളൂ. രണ്ടാമത്തെ പെണ്ണിൻ്റെ കാര്യം ഇപ്പം കുറച്ച് കുഴപ്പമാണ്. ജമാലിൻ്റെ വാഗ്ദാനത്തിൽ മാങ്ങിയാൽ അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോഴാണ് ജമാൽ വേറെ കല്യാണം കഴിച്ചത് അവൾ അറിയുന്നത്. അവളും കേസ് കൊടുക്കാൻ പോവാണെന്ന് കേട്ടു. ഉപ്പാക്ക് സൗദിയിലെ നിയമങ്ങളൊക്കെ അറിയാലോ. ഇവിടെ അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്തവർക്ക് നല്ല ശിക്ഷയാണ്. ഇനിയിപ്പോൾ ഒരു പെണ്ണിൻ്റെ കേസ് കൂടി ആയാൽ പറയണ്ട. അവളെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളും ഉണ്ടെന്നാണ് പറയുന്നത്. മിക്കവാറും ഈ കേസായി കഴിഞ്ഞാൽ ജമാലിന് പിന്നെ ഒരു കാലത്തും ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉപ്പ. എൻ്റെ പഠിച്ചോനെ. ഹാജിയാർ അറിയാതെ നെഞ്ചു തടവി. ഞങ്ങളിന്ന് വൈകുന്നേരം അവളെ കാണാൻ പോകുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഓള് ഒത്തുതീർപ്പാക്കിയാൽ ഒരു കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവളോട് സംസാരിച്ചു കഴിഞ്ഞു. അവളും വലിയൊരു തുകയാണ് ചോദിക്കുന്നത്. അവൾക്ക് പണത്തിന് നല്ല ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ജമാലിനെ അവൾക്ക് വേണമെന്ന് തോന്നുന്നില്ല. മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് വേറെയും ആണുങ്ങളായി ബന്ധമുണ്ട്. 10 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പെടുത്തുമല്ലോപ്പാ. ഓൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഓൻ്റെ പൈസയൊക്കെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേക്ക. പിന്നെ ഓൻ്റെ കഫീലെ മുഹമ്മദ് സാഹിർ അത്ര മോശമുള്ള ആളൊന്നുമല്ല. നമ്മുടെ ജമാൽ അയാളെ അത്രക്കും പറ്റിച്ചതും കൊണ്ട് മാത്രമാണ് അയാൾ വാശി പിടിക്കുന്നത്. ജമാലിനെ കുറിച്ച് അയാളെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി. സാബിയെ മൊഴി ചൊല്ലി ജാസ്മിൻ്റെ കല്യാണം കഴിച്ചത് വരെ അയാൾക്കറിയാം. 2 പെൺകുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ പേരിലാണ് അവളെ മൊഴി ചൊല്ലിയതെന്നാണ് അയാൾക്ക് കിട്ടിയ വിവരം. അവനെപ്പറ്റി എല്ലാവർക്കും അറിയാലോ. അതൊക്കെ ആരൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതോടെ ജമാലിനോട് അയാൾക്ക് പിന്നെയും ദേഷ്യം കൂടി. ഇനി എന്ത് സംഭവിച്ചാലും അയാൾ ജമാലിനോട് ദയ കാണിക്കാൻ സാധ്യതയില്ല. അറബിയുടെ സ്വഭാവം ഉപ്പാക്ക് അറിയില്ലേ. സ്നേഹിച്ചാൽ അവർ നക്കിക്കൊല്ലും, വെറുത്താൽ അവർ നെക്കിക്കൊല്ലും. അപ്പോൾ പിന്നെ ജമാലിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യും? കൂടുതൽ കേസുകൾ അവൻ്റെ പേരിൽ വരുന്നതിന് മുമ്പേ അവനെ പുറത്തിറക്കുക മാത്രമേ രക്ഷയുള്ളൂ. 10 കോടി രൂപ അവൻ്റെ കഫീലിന് കൊടുത്താൽ അയാൾ കേസ് പിൻവലിക്കും. പിന്നെ മറ്റേ പെണ്ണിൻ്റെ കേസ് ഒതുക്കി തീർത്താം. അവൾക്കും കുഴപ്പം തന്നാണ്. നമ്മുടെ നാട്ടിലെ നിയമമല്ലല്ലോ ഇവിടെ. ഭാര്യാഭർത്താക്കന്മാരല്ലാത്തവരെ ഒരുമിച്ച് ജീവിക്കുന്നതന്നെ അറിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അതാ പെണ്ണിനും അറിയാമെന്ന് തോന്നുന്നു. പണത്തിന് വേണ്ടിയുള്ള കളിയാണ് ഇപ്പോൾ കളിക്കുന്നത് അവൾ. എത്രയും പെട്ടെന്ന് പണം കൊടുത്താൽ അത്രയും നല്ലത്. അവൻ്റെ കേസ് ഡബിൾ സ്ട്രോങ് ആവുന്നതിന് മുമ്പേ കഫീലിൻ്റെ കേസ് പിൻവലിച്ച് ജമാലിനെ നാട്ടിലേക്ക് അയക്കണം. ഹാജിയാർ ഒന്ന് മൂളി. ഉമ്മ വിളിച്ചിരുന്നു. അമ്മാവന്മാരൊക്കെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അവരെ കൊണ്ടൊന്നും നടക്കില്ല. വെറുതെ നിൻ്റെ ഉമ്മാൻ്റെ പിന്നാലെ കൂടി അവളുടെ സ്വഭാവം മോശമാക്കാന്നല്ലാതെ 10ൻ്റെ പൈസ അവരെ ഇറക്കില്ല. ഉപ്പ പറഞ്ഞത് കേട്ട് സലീം ഒന്ന് മൂളി. നീ എന്തായാലും മോൻ്റെ കഫീലിനെ ഒന്നുകൂടി പോയി കാണണം. എന്നിട്ട് അയാളുടെ മുമ്പിൽ വെച്ച് എന്നെ വിളിച്ച് സംസാരിക്കണം. ഞാൻ അയാളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അതിന് ഉപ്പാക്ക് അറബിയൊക്കെ അറിയോ? അവൻ്റെ കഫീലിന് അറബിയും ഇംഗ്ലീഷും അല്ലാതെ മലയാളം സംസാരിക്കാൻ അറിയില്ല. മൊയ്തീൻ ഹാജി പതിയെ ചിരിച്ചു. എനിക്കറിയാതെ, ഞാൻ കുറേ കാലം അവിടെ നിന്നതല്ലേ. അതൊന്നും ഓർത്ത് ഈ ബേജാറാവണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കേ. ഞാൻ എന്തായാലും അയാളോട് സംസാരിക്കാം. എന്തെങ്കിലും ഇളവ് കിട്ടുകയാണെങ്കിൽ ബാക്കി പണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആയിക്കോട്ടെ ഉപ്പ. അവൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് ഉപ്പ. അല്ലെങ്കിൽ സാബി സംസാരിച്ചാലും മതിയായിരുന്നു. അതൊന്നും ഇനി നടക്കുന്ന കാര്യമില്ല സലീമേ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഈ എന്തായാലും ഞാൻ പറഞ്ഞത് ചെയ്യേ. എനിക്ക് ചികിത്സ തുടങ്ങേണ്ട സമയമായി. ഒരു കാര്യം ചെയ്യാം. ഇന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഫോൺ എൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കാം.
അല്പം കൂടി സംസാരിച്ചതിന് ശേഷം ഹാജിയാർ ഫോൺ കട്ട് ചെയ്തു. അയാളുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന അയാളെ ചികിത്സ ചെയ്യുന്ന അയാൾ മൊയ്തീൻ ഹാജിയുടെ അടുത്തേക്ക് വന്നു. എന്താണ്ടാ എനിക്കൊരു ചിരി? ഹാജിയാർ ചോദിച്ചത് കേട്ട് അവൻ വീണ്ടും ചിരിച്ചു. നിങ്ങൾക്ക് മക്കളോട് സ്നേഹമില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ നെഞ്ചു നിറച്ച സ്നേഹമാണല്ലോ. എല്ലാ ഉപ്പാർക്കും ഉമ്മാർക്കും മക്കളോട് സ്നേഹം കാണും. ഉമ്മമാരത് പരസ്യമായി പ്രകടിപ്പിക്കും. ഉപ്പമാർ ചിലപ്പോൾ അങ്ങനെ കാണിക്കില്ല. പക്ഷേ നെഞ്ചിൽ നിറച്ച സ്നേഹം കാണും. ഞങ്ങളെയൊക്കെ ജീവിത സാഹചര്യം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ അറിയില്ല എന്ന് വന്നേക്കാം. പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് എടുക്കേണ്ടി വരും മോനെ. എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഇനി എത്ര കാലം എനിക്ക് ആയുസ്സുണ്ടാവുമെന്ന് അറിയില്ല. വെറുതെ പണം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഉള്ള സ്വത്തുക്കൾ മുഴുവൻ വിറ്റിട്ടാണെങ്കിലും അവനെ ഞാൻ നാട്ടിലേക്ക് എത്തിക്കും. ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം മാളികൽ മൊയ്തീൻ ഹാജി ആരാണെന്ന് അവനെ അറിയിക്കാൻ. അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. നീ കണ്ടോ? ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.